നമസ്കാരം. സംസ്ഥാനം വലിയൊരു ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു സമയമാണിത്. രക്ഷാപ്രവർത്തനത്തിനായി കൈമേയ് മറന്നുകൊണ്ട് മലയാളികൾ ഒന്നായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ ചില രാഷ്ട്രീയ മുതലെടുപ്പുകളും സോഷ്യൽ മീഡിയകളിൽ അരങ്ങ് തകർക്കുന്നുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് കരുതുന്ന നമ്മൾ മലയാളികളിൽ നിന്നും പറിച്ചു മാറ്റാനാകാത്ത ഒരു സ്വഭാവം തന്നെയാണിത്. ദുരന്തമുഖത്ത് ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരങ്ങളിൽ പോലും വർഗീയത കാണുന്നവരോടും രാഷ്ട്രീയം കലർത്തി തമ്മിൽ തല്ലുന്നവരോടും മറുപടി പറയേണ്ട സമയം ഇതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ വിഷയം അങ്ങ് വിടുകയാണ്. ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടവർക്ക് ആദ്യം വേണ്ടത് സാന്ത്വനവും കരുതലും, ചേർത്ത് പിടിക്കാൻ ഒരു കൈയും, ഒന്ന് ചാഞ്ഞുറങ്ങാൻ ഒരു തോളിന്റെ ബലവുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ ആഘാതം ഉൾക്കൊള്ളാൻ പോലും മനസ്സ് പാകമാകുന്നതിന് മുൻപേ പിരിവ് ബക്കറ്റെടുത്ത നടപടിയെ വിമർശിച്ചു പോയിട്ടുമുണ്ട്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത്തരം വിമർശനങ്ങൾ സ്വാഭാവികമാണ് താനും. എന്നാൽ അതിന് പിന്നാലെ പോകാനോ ശരിയും തെറ്റും ചികയാനോ ഒന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം. നിലപാടുകൾ വ്യക്തമാക്കേണ്ടിടത്ത് വ്യക്തമാക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മഹത്തായ മൗലികാവകാശത്തിന്റെ അഹങ്കാരത്തോടെ തന്നെ, അതിലേറെ അഭിമാനത്തോടെ തന്നെ അത് തുടരുകയും ചെയ്യും. അതിനെതിരെ ചിലയ്ക്കുന്നവരെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. അത്തരക്കാരോട് സഹതാപം മാത്രമാണുള്ളത്. നിങ്ങളുടെ സ്വന്തം വിയർപ്പിന്റെ അംശം അത് നിങ്ങൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും അർഹതയില്ലാത്ത കൈകളിലേക്ക് പോവരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അധ്വാനത്തിന്റെ വിലയറിയുന്നവൻ ഒരിക്കലും ആ പണം അർഹതയില്ലാത്ത കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസ പ്രമാണം. പക്ഷെ അർഹതപ്പെട്ടവർക്ക് മുന്നിൽ ദൈവമായി മാറുന്ന ഒരു തരം മാജിക് ഉണ്ട് ഓരോ നാണയത്തുട്ടിലും. അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു മാജിക്. ആ മാജിക് സാധ്യമാകുമെങ്കിൽ, അങ്ങനെ ഉറപ്പുണ്ട് എങ്കിൽ, ഏത് വഴിയിലൂടെയും വയനാട്ടിലെ ആ സാധുക്കൾക്കായി നമ്മുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെക്കാം. അതിനായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയുടെ നിറം കണക്കിലെടുക്കേണ്ട കാര്യവുമില്ല. ചങ്കിൽ തൊട്ട വിശ്വാസമാണ് ഇതിന് പ്രധാനം. പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയ്ക്കായി ആഹ്വാനം ചെയ്തത് അനവസരത്തിലായി പോയി എന്ന എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. കാരണം പണത്തേക്കാൾ മൂല്യമുള്ള മറ്റു പല കാര്യങ്ങളും അപ്പോൾ അവിടേക്ക് ആവശ്യമുണ്ടായിരുന്നു. ചുരുങ്ങിയ പക്ഷം മരണമുഖത്ത് നിന്നും തിരിച്ചെത്തിയതിന്റെ ഞെട്ടിൽ വിട്ടുമാറാതെ വിറങ്ങലിച്ചു നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ, ധൈര്യം പകരാൻ കൗൺസിലർമാരോ, ദുരന്തം സർവ്വതും അപഹരിച്ചെടുത്തവർക്ക് ഉടുത്തു മാറാനുള്ള വസ്ത്രങ്ങൾ, വിശപ്പകറ്റാനുള്ള ഭക്ഷണം, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ബാക്കിയായ ജീവന്റെ തുടിപ്പുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഉറ്റവരുടെ കണ്ണീരൊപ്പാനുള്ള പരിശ്രമങ്ങൾ, ഇവയൊക്കെ ആയിരുന്നില്ലേ ആദ്യ ദിനങ്ങളിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. ഇതൊന്നും ചെയ്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനം ഏറ്റവും മികച്ചത് തന്നെയായിരുന്നു. മലയാള മണ്ണിന്റെ ഒരുമയിൽ അഭിമാനം തോന്നിയ നിമിഷങ്ങൾ തന്നെയായിരുന്നു അവ. അതിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയ ചില കാര്യങ്ങൾ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ദുരന്തഭൂമിയിലേക്ക് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള മനസ്സുമായി മുന്നോട്ട് വന്ന സജിനും ഭാര്യയും, ദുരന്തം അനാഥരാക്കിയ കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ദമ്പതികൾ, തങ്ങളുടെ മക്കൾക്കൊപ്പം പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന യുവാവ്, തന്റെ കുഞ്ഞിനൊപ്പം ചേർത്ത് നിർത്തി കാവൽ നിൽക്കാൻ തയ്യാറായ പ്രസവാവധിയിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, ഇവരെ പോലെ നന്മ പറ്റാത്ത മലയാളക്കരയുടെ കുറെ മക്കളെ കൂടി നമ്മൾ കണ്ടു. ഇവരെ ഓർത്ത് അഭിമാനം തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഇതിനിടെ വർഗീയതയും രാഷ്ട്രീയവും വിളമ്പുന്ന പുഴുക്കുത്തുകളെ ഓർത്ത് സഹതിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവയിൽ ഒന്നും പെടാത്ത മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട്. ഇന്നലെ ചില സമൂഹ മാധ്യമ പോസ്റ്റുകളിലെ കമന്റ് ബോക്സുകളിൽ പ്രത്യക്ഷപ്പെട്ട ഈ അണ്ണന്മാരോട് ചിലത് പറയാതെ പോവാൻ ഞാൻ എന്ന അമ്മയ്ക്ക് കഴിയുന്നില്ല. കാരണം അമ്മയുടെ മുലപ്പാലിലും കാമം മാത്രം കാണുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരില്ല എന്നുറപ്പ് വരുത്തേണ്ടത് ഓരോ അമ്മമാരുടെയും കടമയാണ്. ഒരു സ്ത്രീ എല്ലാ അർത്ഥത്തിലും തുല്യത വേണമെന്ന് ശഠിക്കുന്ന ഈ സമൂഹത്തിൽ രാത്രി നടത്തങ്ങളും പെൺ സായാഹ്നങ്ങളും ആർത്തവവും അങ്ങനെ എന്തു കുന്തം വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷെ സമൂഹ മാധ്യമത്തിലൂടെ എന്ത് തെമ്മാടിത്തരവും പടച്ചുവിട്ടിട്ട് അക്ഷരങ്ങളിലൂടെ, ദുഷിച്ച നാവിലൂടെ ഒരു പെണ്ണിനെ നോക്കി ആഭാസ ചിരിച്ചിരിച്ച് നിർവൃതി അടയുന്ന ചില നികൃഷ്ട ജന്മങ്ങൾക്ക് മുറിപ്പത്തലിനേക്കാൾ നല്ലത് പെണ്ണിന്റെ നാവിന്റെ നല്ല നാലാട്ടും കരണത്ത് പച്ച കുത്തുന്ന ചെരുപ്പിന്റെ പാടം തന്നെയാണ്. അത്തരത്തിലുള്ള ചില അണ്ണന്മാരോട് ചിലത് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അണ്ണന്മാരുടെ വീടും നാടും ഊരും ഒന്നും അറിയില്ലാത്തത് കൊണ്ടും
നിന്നെയൊക്കെ കണ്ടാൽ കുളിച്ചാലും തേച്ചാലും മാറില്ലാത്ത തരം അറപ്പാണ് തോന്നുന്നത് എന്നതുകൊണ്ടും ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു നിർത്താമെന്ന് കരുതുന്നു. അതിനു മുൻപ് വിഷയത്തിലേക്ക് വരാം. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന സജിന്റെയും ഭാര്യയുടെയും ഒക്കെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അവരുടെ ആ തീരുമാനത്തിന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആശംസകൾ കൊണ്ട് മൂടുകയും ചെയ്തു. ആ ദുരന്ത വാർത്തയെ അറിഞ്ഞ നാം ഓരോരുത്തരുടെയും മനസ്സിന്റെ വിങ്ങലും നോവും ഇപ്പോഴും കെട്ടടങ്ങി കാണില്ല. ഇത്തരമൊരവസ്ഥയിൽ ഞാനായിരുന്നു എങ്കിലെന്നാവും ആ സമയത്ത് ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകുക. ഉറ്റവരെ നഷ്ടമായവരുടെ കണ്ണീര് കാണുമ്പോഴെല്ലാം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ തെളിയുകയും ദൈവമേ എന്നൊന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാവണം നമ്മളെല്ലാം. എന്നാൽ ഞാനടങ്ങുന്ന അമ്മമാരുടെ മനസ്സിനെ അപ്പോഴും കുത്തി നോവിക്കുന്ന മറ്റൊന്നുണ്ട്. അവിടെ അനാഥരാക്കപ്പെട്ട കുഞ്ഞുമക്കൾ. അവരുടെ കുഞ്ഞരിപ്പല്ലും മോണയും കാട്ടിക്കൊണ്ടുള്ള ചിരി അമ്മയുടെ മുഖം തേടിക്കൊണ്ടുള്ള നിലക്കാത്ത കരച്ചിലായി മാറുന്നതും, അമ്മിഞ്ഞപ്പാലിന്റെ ഈണം തേടി ആ കുഞ്ഞ അമ്മയുടെ ദേഹത്തെ ചൂട് തേടി തളർന്നുറങ്ങുന്നതുമൊക്കെ ഞങ്ങൾ അമ്മമാരുടെ ഉറക്കം കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞുമക്കളെ ഓർക്കാനും അവർക്കായി അമൃതൂട്ടാനും തയ്യാറായി വന്ന സജിന്റെ ഭാര്യയോട് ഒരുപാട് ബഹുമാനമാണ് തോന്നിയത്. എന്നാൽ ഇവരെ അഭിനന്ദിച്ചു കൊണ്ടുവന്ന വാർത്തകൾക്ക് താഴെ ഇന്നലെ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകളുണ്ട്. അത് വായിക്കാം. ഇവന്മാരുടെ വീട്ടുകാരെ കമന്റുകൾ വായിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. നാളെ നിങ്ങളുടെ വീട്ടിലെ പെൺമക്കളോടും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നിങ്ങൾ ഇപ്പോഴേ എടുക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ കമന്റ് ഇതാണ്: ദിവസം 5 ലിറ്റർ പാൽ തരാമോ? സുരേന്ദ്രൻ ഓവി എന്നാണ് ഈ കമന്റിന്റെ ഉടമസ്ഥന്റെ പേര് പ്രൊഫൈലിൽ കാണുന്നത്. ഫേസ്ബുക്കിലെ ഫോട്ടോ പ്രകാരം ഈ കാണുന്നതാണ് ആൾ. സുരേന്ദ്രൻ ചേട്ടൻ ഈ പാല് കൊണ്ട് കുളിക്കാനാണോ എന്ന് മാത്രമേ ഇവിടെ ചോദിക്കാനുള്ളൂ. അടുത്ത കമന്റ്: നല്ല കറവയുണ്ട് എന്ന് തോന്നുന്നു. കൊള്ളാം. സുഗേഷ് എന്ന മഹാനാണ് ഈ കമന്റ് മുതലാളി. സുഗേഷ് എന്ന മഹാനാണ് ഈ കമന്റ് മുതലാളി. അതേടോ സുഗേഷേ, ഞങ്ങൾ അമ്മമാരുടെ കറവ അങ്ങ് പറ്റിയാൽ നീയൊന്നും പിന്നെ ഇല്ല. മുലപ്പാലിനൊപ്പം അമ്മമാരുടെ ചോര പോലും ഊറ്റിക്കുടിച്ച് തിന്നു കൊഴുത്തവരാണ് നിന്നെ പോലെയുള്ള ഓരോരുത്തമാരും. പാല് തിങ്ങിയ മാറു ചുരുത്തി നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് വെച്ചു തരുമ്പോൾ നിന്റെ അമ്മ ഓർത്ത് കാണില്ല സുഗേഷേ, എന്റെ മോൻ വലുതായി കറവയുടെ കണക്കെടുക്കാൻ പോകുമെന്ന്. അടുത്ത കമന്റ് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഓണം കൂടുതലുണ്ട ഒരു ചേട്ടനാണ്, ബാബുരാജ് വാണിയമ്പലം. കമന്റ് കണ്ടിട്ട് പുള്ളിക്കാരൻ ഒരു ക്ഷീര കർഷകനാണെന്ന് തോന്നുന്നു. കമന്റ് ഇങ്ങനെയാണ്: ഇവന്റെ ഭാര്യ ജേഴ്സി പശുവാണെന്ന് തോന്നുന്നു. കൊള്ളാം. ചേട്ടന് ഞാൻ തെറ്റു പറയില്ല. കാരണം പുള്ളിക്കാരൻ ജനിച്ചപ്പോൾ അപ്പനൊരു ജേഴ്സി പശുവിനെ വാങ്ങി എന്നാണ് കേട്ടത്. ഇങ്ങേരുടെ തലവെട്ടം കണ്ടപ്പോഴേ ഇടുത്തി വെട്ടിപ്പോയ മണ്ട പോയ തെങ്ങിൽ കെട്ടിയിട്ട് വളർത്തിയ ആ ജേഴ്സി പശുവിന്റെ പാല് കുടിച്ചു വളർന്ന ഇങ്ങേരെ പോലുള്ളവർക്ക് അമ്മയുടെ മുലപ്പാലിന്റെ മധുരവും മഹിമയും ഒന്നും മനസ്സിലാവില്ല. സോ ഇതിന്റെ പിന്നാലെ പോയിട്ടോ പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. ഇനി അടുത്ത മഹാൻ ഹോപ്പ്ലെസ് ഡ്രീമർ എന്നാണ് ഇവന്റെ ഫേസ്ബുക്ക് ID തന്നെ. പേര് പോലെ തന്നെ വളർത്തുന്നവരും നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല മോനെ. പ്രതീക്ഷ വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് അവർക്ക് ഇതിനോടകം മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവന്റെ കമന്റ് കാണുമ്പോൾ തന്നെ ഈ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും. കമന്റ് ഇങ്ങനെയാണ്: വലിയ കുട്ടികൾക്ക് കൊടുക്കുവോ ചേച്ചി? ഇവനോടൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി പറഞ്ഞാലും തല്ലിയാലും കൊന്നാലും നന്നാവില്ല എന്ന് ഉറപ്പിച്ച് വെളിയിൽ കളഞ്ഞ വേസ്റ്റ് ആവാനാണ് ഇവൻ എന്നാണ് സാധ്യത. എന്തായാലും ഇവൻ ഒരു വലിയ പുള്ളി തന്നെയാണ്. എന്തായാലും നീ ഒന്ന് ചെന്ന് നിന്റെ അമ്മയെ കാണണം. ആ പാവത്തിന്റെ മുഖത്ത് നോക്കി അമ്മയെ ഒന്ന് വിളിച്ചു നോക്കണം. ആ മടിയിൽ ഇത്തിരി നേരം ഒന്ന് കിടന്നു നോക്കണം. ഉള്ളിൽ അപ്പോഴും കുറ്റബോധത്തിന്റെ ഒരു ഇത്തിരി നീറ്റലെങ്കിലും നുരച്ചു പൊങ്ങുന്നുണ്ട് എങ്കിൽ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടടോ. എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ കമന്റ് ഇട്ടവരുടെ കൂട്ടത്തിൽ എനിക്കും വേണം പാലെന്ന് പറഞ്ഞു വന്ന ഒരു കിളവൻ അങ്ങേരുണ്ട്. ആ അമ്മാവനെ അങ്ങ് കണ്ണൂരിലെ ചില ചുണക്കുട്ടികൾ നല്ല വിധം കൈകാര്യം ചെയ്തു വിട്ടിട്ടുണ്ട്. ഒരടി കൊണ്ടൊന്നും നന്നാവുമെന്ന പ്രതീക്ഷയൊന്നും ഇല്ല എങ്കിലും ഇവനെയൊക്കെ പെരുമാറാൻ ധൈര്യം കാട്ടിയ ആ കണ്ണൂരിന്റെ സ്വന്തം നാട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.